അമ്മയോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ 16-കാരിയെ ലഹരിമരുന്ന് നൽകി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റയീസ്, മുഹമ്മദ് ഷമീം എന്നിവരെയാണ് കോഴിക്കോട് ടൗൺ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ താമരശ്ശേരി പുതുപ്പാടിയിലെ മുഹമ്മദ് സാലിഹ്, ഷബീർ അലി എന്നിവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് നിന്നും റിയാസ് കെ. തയ്യാറാക്കിയ വാർത്ത കാണാം. അമ്മയോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കോഴിക്കോട് ബീച്ചിലെത്തി വിശന്ന് വലയുന്ന ഒരു സാഹചര്യമുണ്ടായി. വിശന്ന് വലയുന്ന പെൺകുട്ടിയുടെ ദുരിതാവസ്ഥ കണ്ട് 2 പേർ ആ പെൺകുട്ടിയെ സമീപിക്കുന്നു. വിശപ്പാണെന്നും വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നും ആ പെൺകുട്ടി പറയുന്നു. ഭക്ഷണം വാങ്ങിത്തരാമെന്ന് വിശ്വസിപ്പിച്ച് ആ പെൺകുട്ടിയെ ആ 2 പേർ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവർ ആ പെൺകുട്ടിയെ ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് അവരുടെ സുഹൃത്തുക്കളുടെ ഫ്ലാറ്റിലേക്കാണ്. അവിടെ വെച്ച് ഭക്ഷണത്തിനൊപ്പം നിർബന്ധിച്ച് ഈ പെൺകുട്ടിക്ക് മയക്കുമരുന്ന് നൽകുന്നു. മയക്കുമരുന്നിൻ്റെ ആലസ്യത്തിൽപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി തന്നെ 4 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത ഒരു കാര്യമാണ് കോഴിക്കോട് നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ആ ഞെട്ടിക്കുന്ന സംഭവത്തിലെ 2 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് 2 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റയീസ്, മുഹമ്മദ് ഷമീം എന്നിവരെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഇവരുടെ സുഹൃത്തുക്കളായ ഷബീർ അലിയെയും മുഹമ്മദ് സാലിഹിനെയുമാണ്. ഇവരുടെ താമസ സ്ഥലത്തേക്കാണ് 2 പേർ ചേർന്ന് ഈ പെൺകുട്ടിയെ എത്തിച്ചത്. ഈ 4 പേർ ചേർന്നാണ് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. പീഡിപ്പിച്ച ശേഷം പെൺകുട്ടിയെ പിന്നീട് ഇവർ തിരികെ ബീച്ചിൽ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. അവിടെ എത്തിയ പിങ്ക് പോലീസാണ് ഈ പെൺകുട്ടിയെ കണ്ട് കാര്യങ്ങൾ തിരക്കുന്നത്. പെൺകുട്ടി പിങ്ക് പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഈ മാസം 20-ന് വീട്ടിൽ നിന്നും അമ്മയോട് പിണങ്ങി ഇറങ്ങിയതാണെന്നും അങ്ങനെ കോഴിക്കോട് എത്തിയതാണെന്നും ഒടുവിൽ വിശന്ന് വലഞ്ഞ് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് ഇവർ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു എന്നുമാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം 2 പേരും ഇന്ന് 2 പേരും അറസ്റ്റിലായത്. അങ്ങനെ 4 പേരെയും പോലീസ് പിടികൂടി. ഈ 4 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. കോടതി ഇവരെ 4 പേരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.